ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഓ അമ്മേ, ചുരിവോട്ട മതി, ഇവിടെ കൊണ്ട് കട്ട് കേട്ടാ. ഹലോ ഗൈസ്, ഇന്ന് നമ്മള് ഓക്കെ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ സ്ലീപ്പിംഗ്. അപ്പം ഇവിടെ കട്ട് കേട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഒരു മേക്കപ്പ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം മേക്കപ്പ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മുഖത്ത് മേക്കപ്പ് ചെയ്യാറ് അല്ലാത്ത ഒരാളാണ്. അപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഒത്തിരി എനിക്ക് ഒരു പാക്കറ്റ് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത്. ഇനി ഇതൊക്കെ ഒന്ന് മുഖത്ത് പരീക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ പ്രധാന പരിപാടി. ഇതോടെ സമയം രാത്രിയായി. ഞാൻ കട്ടപ്പനയിലാണ് കേട്ടോ ഗൈസ്. അപ്പം ഒത്തിരി എനിക്ക് ഒരു കോമ്പാക്ട് പൗഡർ, പിന്നെ നമ്മുടെ മറ്റേ കണ്ണിൻ്റെ മണ്ടയിൽ അടിക്കുന്ന കളറ്, പിന്നെ ഈ അവകാഡോ ഷേക്കിൻ്റെ ഒക്കെ ഇങ്ങനെ കുറുക്കിയിരിക്കുന്ന നാച്ചുറൽ ഫിനിഷ്, ഫൗണ്ടേഷൻ, പിന്നെ കുറേ ലിപ്സ്റ്റിക്ക്, ക്യൂടെക്സ്, മസ്കാര, കാജൽ, പിന്നെ ഒരു വെറൈറ്റി സാധനങ്ങളുണ്ട്. മഞ്ഞ കളറിന്റെ ഐലൈനർ ഗൈസ്, മലവേടൻ. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് മുഖം കൊളവാക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പ ഫസ്റ്റ് ഗൈസ്, എല്ലാവരും പറഞ്ഞു മുഖം വൃത്തിയായി കഴിയണം. അതുകൊണ്ട് ഞാൻ നമ്മുടെ ഹിമാലയയുടെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. വെച്ചിട്ട് മുഖം കഴുകിയാണ് ഇപ്പൊ ഇവിടെ വെള്ളം കാണുന്നത്. ഇനി ഇതിലിപ്പോ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് സാധനത്തിൽ ഏതോ ഒരെണ്ണമാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. ഐ തിങ്ക് ഇത് ഫൗണ്ടേഷൻ അല്ലേ. ആദ്യം ഫൗണ്ടേഷൻ ഇട്ടിട്ടായിരിക്കും മറ്റേ പൊടി ഇടുക. അപ്പൊ ആദ്യം ഫൗണ്ടേഷൻ. ഇതിനിങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ, ഇതെന്താണ് ഇങ്ങനത്തെ പൊടി? ഓക്കെ, എനിവേസ് ഇതിപ്പോ എങ്ങനെയാണ്? എന്തേ അമ്മ ഒരു ഊഹം വെച്ചങ്ങ് തയ്ക്ക്. ചുരുങ്ങി കിടക്കണം. നല്ലതൊന്നും വേണ്ട, ഒരുമാതിരി ചുരുങ്ങി നിന്നാ മതി. ചുരുങ്ങി കിടക്കുന്നല്ലേ നല്ലത്. എന്നാ അമ്മയുടെ ഒരു യുക്തിക്ക് അനുസരിച്ച് അങ്ങ് ചെയ്തോ. വേറെ ഏതാ ചുരി പൊട്ടുള്ള? മതി, കുറച്ച് ചുരുങ്ങി കിടക്കണം. ഓക്കെ, ഇതൊക്കെ കട്ട് കിട്ടാ. ഇനി നമ്മൾ ഈ തേപ്പൊട്ടി വെച്ചിട്ടുള്ള ഇതിപ്പോ എന്ത് ചെയ്യുന്നേ? ഇങ്ങനെ ഇനി ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം. ഈശ്വരാ, ഒട്ടും വളയ്ക്കണ്ട, കുറച്ച് വെളുത്തിരിക്കട്ടെ ഗൈസ്. ഇത് സക്സസ് ആവുമല്ലോ എന്ന് നമുക്ക് നോക്കാം. എല്ലാ ഫൗണ്ടേഷൻ ഇങ്ങനത്തെ ഇത് കാണും. ചേച്ചിയുടെ അവിടെ ഇരിക്കുന്നൊക്കെ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഉണ്ടാവോ? ഓക്കെ. ഇനി നമുക്കിത് ഇത് മറ്റേ പരത്തുന്ന സാധനമൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. തൽക്കാലം നമുക്ക് കൈ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പറയാതിരിക്കാൻ പറ്റൂല ഗൈസ്, നല്ല മണം, തിന്നാൻ തോന്നുന്നു. എന്റെ മമ്മി,
ക്യാമറ നോക്കുമ്പോൾ നല്ല കളറുണ്ട്, പക്ഷെ എനിക്ക് എന്നെ കാണുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. ഓക്കെ ഗുയ്സ്, ഇത് നല്ലപോലെ ഇങ്ങനെയൊക്കെ തേച്ച് പരത്തണം. ഓ, അപ്പൊ എന്തോരം പൊട്ടിയിടിച്ചാലാണ് സീൻ. ഓക്കെ, ഇപ്പൊ ഒരു കൊള്ളാം, നല്ല രസമുണ്ട്. ഇനി നമ്മൾ പൗഡർ ഇടണം. അപ്പൊ ഈ കണ്ണിന്റെ മണ്ണിലൊക്കെ ഇടുന്ന എപ്പോഴാണോ? ഇപ്പോഴാ പൊട്ടിക്കുന്ന ഗുയ്സ്. 3D കോമ്പാക്ട് പൗഡർ. ഇതിന്റെ പേര് 3D കോമ്പാക്ട് പൗഡർ. ഓക്കെ, ഇനി ഇത് എന്നൊന്നുമായിരുന്നില്ലല്ലോ. ഓഫ് മണ്ടി. ഓക്കെ, നമ്മൾ ഈ പൊടി എടുത്ത് തിങ്ങനെ കുത്താം, തിങ്ങനെ ഇടാം. എന്താ വിളകി വരുന്നില്ല? ഈ പൊടി ഇതാണ് ജസ്റ്റിന് മുഖത്ത് വെക്കുന്ന സാധനം ഗൈസ്. ജസ്റ്റിന് എൻ്റെ ഓഫീസിലുള്ള പുള്ളിക്കാരി ഇങ്ങനത്തെ സാധനം തേക്കും. അതെ, ഞാൻ ഓർക്കുന്നു. ശരിക്കും ഇതിപ്പോൾ ഇടേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. മേടിച്ച് തന്നു, ഞാൻ ഇടുന്നു. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ കുറച്ച് പൗഡർ ഇട്ടാൽ മതിയായിരിക്കും, ഇതിലും വേഗം. പക്ഷെ ഗൈസ്, എനിക്ക് ഹിമാലയയുടെ ബേബി പൗഡറേ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കണ്ണിൽ ഇതെങ്ങനെ ഞാൻ അടിക്കും കർത്താവേ? ഇത് നീറോ ആവും. ഇത് ഞാൻ എങ്ങനെ കണ്ണിന്റെ മുന്നിൽ വരയ്ക്കും? ഇത് വർക്കാവില്ല, ഇത് കോമഡിയാവും. അതുകൊണ്ട് ഞാൻ തൽക്കാലം വാല് മാത്രം നമുക്ക് ഇടാം ഗൈസ്. ഈറുന്നുണ്ട്. വാല് പോയിട്ടൊരു ഇത് പോലും കാണാനില്ല. ഇതെന്തോന്നിത്? ഇത് ശരിയായില്ല കേട്ടോ, അത് കാണുന്ന പോലുമില്ല. നമുക്ക് മേക്കപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെയൊക്കെ കുത്താം. ഓക്കെ, ഇനി മറ്റേ കണ്ണിൻ്റെ മുന്നിൽ അടിക്കുന്ന പരിപാടി. എനിക്കിത് ഭയങ്കര ഇഷ്ടം. പക്ഷെ എനിക്കിതിൻ്റെ പ്രവർത്തനങ്ങൾ പറ്റി എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു തുത്തിരി ബ്രഷ് ഉണ്ട് ഗൈസ്. അച്ചൂടാ, സുന്ദരനായിട്ടുണ്ട്. ഇതിന് നമ്മൾക്ക് ഒരു കളർ, ഇതിലിപ്പോൾ ഏത് കളറ്? അമ്മേ, ഒരു കളർ പറയാവോ? സിൽവർ, ഗോൾഡന്, മെറൂണ്, വയലറ്റ്, റെഡ്, നീല, പച്ച, കറുപ്പ്. അമ്മേ, ഒരു കളർ പറ. ഓക്കെ, ബൈ. അപ്പം ഓഡിയൻസ് പോലില്ല, അമ്മ തിരക്കില്ല. അപ്പം എനിക്ക് ഈ കളർ ഇടാം. ഇനി ഈ കണ്ണിൻ്റെ മുന്നിൽ ഇതിങ്ങനെ ഇടാം. ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട്. പക്ഷെ എനിക്കിതിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി ഓക്കെ, തൽക്കാലം ഇത്ര മതി. രാത്രിയുള്ളൂ, അച്ഛൻ കണ്ട വഴക്കുറയിടാം. പക്ഷെ ആ ബ്രഷ് കൂടെ എടുത്തോണ്ട് വരികയാണെങ്കിൽ കുറച്ചുകൂടെ. ഇനി ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വേണം. അതിനും നമുക്ക് തൽക്കാലം ഇതിപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇടുന്ന കേട്ടോ. ഇതിൻ്റെ അകത്തൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഓ മൈ ഗോഡ്. പൊളിച്ചാണ്. ഇനി നമുക്ക് കൺമഷി എഴുതാനുണ്ട്.
വേർത്ത് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഗൈസ്, എൻ്റെ ശരിക്കുള്ള കളർ വെളി വരുന്നുണ്ട്. ഇനി നമുക്ക് തേക്കാനുള്ളത് ഈ 2 ലിപ്സ്റ്റിക്കിൽ ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിപ്പം നമുക്ക് ആദ്യം ഇട്ട് നോക്കാം. എന്നിട്ട് മറ്റേ പനിയുടെ മരുന്നില്ലേ, അതിൻ്റെ മണം കൊള്ളാം, ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് കുറച്ച് തിന്നാൻ തോന്നും. തൽക്കാലം നമുക്ക് ഈ കളർ ഇടാം. ഇത് ഇച്ചിരി ലൈറ്റാണ്, മറ്റേതൊരു ഭയങ്കര കടമ്പട്ട് കളർ. പൊതുവേ എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ ഗൈസ്, നന്നായിരിക്കും. മറ്റേ ഡെഡ് ബോഡിക്കൊക്കെ മേക്കപ്പ് ഇട്ട പോലെ തന്നെ ഇരിക്കും ഗൈസ്. ഇതാണ് എൻ്റെ ഫൈൻ. ഇനി ഒരു പൊട്ട് കുത്തിട്ടോ ഗൈസ്. ഒരു മിനിറ്റ്, ഇവിടെയൊക്കെ കട്ടാണ് കേട്ടോ. ആഹാ, ഇനി അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഏതായാലും തേഞ്ഞു ഗൈസ്. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. വളരെ മനോഹരമായിട്ടുണ്ട്, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് ഇച്ചിരി കൂടിപ്പോയി, ഒരുമാതിരി ബംഗാളികളെ പോലെ കുത്താന്ന് എനിക്ക്. ക്യൂട്ടായിട്ടുണ്ട് ഗൈസ്. പക്ഷേ കുഴപ്പമില്ല, ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണല്ലോ. ഇനി ഇത്രയും സാധനം ഉപയോഗിച്ച് തീർക്കാണ്ട് നമുക്ക് ഓക്കെ ബൈ ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത് മീ. ആകെ എടുക്കണം. എന്തായാലും കുഴപ്പമില്ല, ഒരു 5-ൽ 2.5 ഒക്കെ റേറ്റിംഗ് കൊടുക്കാൻ പറ്റും. ലിപ്സ്റ്റിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ബാക്കിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ വേർത്ത് കഴിഞ്ഞപ്പം ഒരു എന്താ പോലെ, ചിലപ്പോൾ എനിക്ക് ഞാൻ യൂസ്ഡ് ആവാത്തതുകൊണ്ടായിരിക്കും ഒരുമാതിരി വെളുത്തിരിക്കുന്ന പോലെ തോന്നുന്നു. നോക്കാം. ഓക്കെ ബൈ ഗൈസ്. ഇതിൻ്റെ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യാൻ, ഞാൻ വെറൈറ്റീസ് ആയിട്ട് വരാം. ഓക്കെ ബൈ ബൈ.